വിഴിഞ്ഞം യാഥാർത്ഥ്യത്തിലേക്ക്. അദാനി പോർട്ടിന് സർക്കാർ അടിയന്തരമായി നൽകേണ്ടത് 950 കോടി രൂപ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ കരാർ അനുസരിച്ച് അദാനി പോർട്ടിന് സർക്കാർ അടിയന്തരമായി നൽകേണ്ടത് 950 കോടി രൂപ. സർക്കാർ ഗ്യാരണ്ടിയോടെ നബാർഡിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കമ്പനി വായ്പയെടുക്കും. അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മിച്ചതിന് സംസ്ഥാന സർക്കാർ 3 ഗഡുക്കളായി അദാനിക്ക് നൽകേണ്ടത് 1300 കോടി രൂപയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖത്തിന് ഇതുവരെ നൽകിയത് 2ാം ഗഡുവിന്റെ പകുതി വരെ മാത്രം. ആദ്യഘട്ട കമ്മീഷനിംഗ് പൂർത്തിയാകും. മുമ്പ് 1800 കോടി അദാനിക്ക് നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തത് 850 കോടിയാണ്. 950 കോടി കുടിശ്ശിക. റെയിൽപാത നിർമ്മാണത്തിനുള്ള 1200 കോടി രൂപ വേറെയും നൽകണമെന്നിരിക്കെ 3600 കോടിയുടെ വായ്പയ്ക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ കമ്പനി ശ്രമിക്കുന്നത്. ഹഡ്കോ പിന്മാറിയ സാഹചര്യത്തിൽ സർക്കാർ ഗ്യാരണ്ടിയോടെ നബാർഡിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനം. പൂച്ച കുറുകെ ചാടി. ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മലപ്പുറം എടപ്പാൾ തുയ്യത്ത് പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. യാത്രക്കാർക്ക് പരിക്കേറ്റു. പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി തിയത്ത് ഹൌസിൽ ബിപിൻദാസ് ആണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. എടപ്പാൾ പൊന്നാനി റോഡിൽ പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. പൊന്നാനിയിൽ നിന്ന് എടപ്പാളിലേക്ക് യാത്രക്കാരുമായി വന്ന ഓട്ടോറിക്ഷയ്ക്ക് മുന്നിൽ പൂച്ച ചാടിയതോടെ രക്ഷപ്പെടുത്താൻ വെട്ടിച്ചതാണ് അപകട കാരണം. ഓട്ടോറിക്ഷ റോഡിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെയും യാത്രക്കാരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ ബിപിൻദാസിനെ രക്ഷിക്കാനായില്ല. യാത്രക്കാരുടെ പരിക്കുകൾ ഗുരുതരമല്ല. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണു. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് മരം ഒടിഞ്ഞു വീണു. ഇതേ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമിയിലെ മരമാണ് പച്ചാളം ലൂർദ് ആശുപത്രിക്ക് പരിസരത്തെ പാളത്തിലേക്ക് വീണത്. റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ തട്ടി മരത്തിന് തീപിടിച്ചു. വലിയ ശബ്ദത്തോടെയാണ് മരം ഒടിഞ്ഞു വീണതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ അപായമൊന്നും ഉണ്ടായിട്ടില്ല. മഴയിൽ മരം നനഞ്ഞിരുന്നതിനാൽ തീ ആളിക്കത്തിയില്ല. ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വേണാട് മംഗള എക്സ്പ്രസുകൾ പിടിച്ചിട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചെടുത്തു. ആലപ്പുഴയിലെ വഴിച്ചേരി മത്സ്യ മാർക്കറ്റിൽ നിന്ന് ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചെടുത്തു. ഏകദേശം 45 കിലോയോളം കേരമീനുകളാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ആക്രമിക്കില്ലെന്ന് വീട്ടുകാർ ഉറപ്പു നൽകിയാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി. തിരുവമ്പാടി KSEB സെക്ഷൻ ഓഫീസിൽ അക്രമം നടത്തിയെന്നാരോപിച്ച് വീട്ടുകാരുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ KSEB MDയെ പിന്തുണച്ച് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് MDയുടെ നടപടിയെന്നും ഇത് UP മോഡൽ പ്രതികാരമൊന്നുമല്ലെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. കൂടാതെ ആക്രമിക്കില്ലെന്ന് വീട്ടുകാർ ഉറപ്പു തന്നാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മക്കൾ ചെയ്തതിനുള്ള പ്രതികാരമായല്ല വീട്ടുകാരുടെ വൈദ്യുതി വിച്ഛേദിച്ചത്. ഉടമയും ജീവനക്കാരോട് മോശമായി പെരുമാറിയെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം തിരുവമ്പാടിയിൽ KSEB ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ സമരം തുടരുമെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞു. ആശുപത്രി വിട്ടാൽ നേരെ KSEB ഓഫീസിലെത്തി സമരം തുടരുമെന്നും വീട്ടുടമസ്ഥൻ റസാഖും ഭാര്യ മറിയവും വ്യക്തമാക്കി.